17ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് തലസ്ഥാനത്ത് തുടക്കം. ഇന്ന് വൈകിട്ട് 6 മണിക്ക് മന്ത്രി സജി ചെറിയാൻ മേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ഡോക്യുമെന്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് രാകേഷ് ശർമ്മയ്ക്ക് സമ്മാനിക്കും. 29 വിഭാഗങ്ങളിലായി 52 രാജ്യങ്ങളിൽ നിന്നുള്ള 331 ഡോക്യുമെന്ററികളും ഹ്രസ്വചിത്രങ്ങളുമാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. മത്സര വിഭാഗത്തിലെ ഡോക്യുമെന്ററികൾ, ഹ്രസ്വചിത്രങ്ങൾ, ആനിമേഷൻ, മ്യൂസിക് വീഡിയോ, ക്യാമ്പസ് ഫിലിം, ഫോക്കസ് ഷോർട്ട് ഡോക്യുമെന്ററി, ഫോക്കസ് ലോങ് ഡോക്യുമെന്ററി, ഫോക്കസ് ഷോർട്ട് ഫിക്ഷൻ, ഇന്റർനാഷണൽ ഫിലിംസ്, ഫെസ്റ്റിവൽ വിന്നേഴ്സ്, ജൂറി ഫിലിംസ് തുടങ്ങിയ വിഭാഗങ്ങളിലായാണ് പ്രദർശനം നടക്കുന്നത്. ഇന്റർനാഷണൽ ഫിക്ഷനും ഒരു ഇന്റർനാഷണൽ നോൺ ഫിക്ഷനും കണ്ട് രസമുണ്ടായിരുന്നു. ഞാൻ 4 ദിവസമുണ്ട്. നല്ല സിനിമയായിരുന്നു. ഇപ്പം കയറിയായിരുന്നു. കൊള്ളാം. ഇന്ന് വൈകിട്ട് മന്ത്രി സജി ചെറിയാൻ മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ ഡോക്യുമെന്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് രാകേഷ് ശർമ്മയ്ക്ക് സമ്മാനിക്കും. 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മീറ്റ് ദ ഡയറക്ടർ, ഫേസ് ടു ഫേസ്, മാസ്റ്റർ ക്ലാസ്, പാനൽ ഡിസ്കഷൻ തുടങ്ങിയ പരിപാടികളും മേളയോടനുബന്ധിച്ച് നടക്കും. സമീപകാലത്ത് അന്തരിച്ച സിനിമയിലെ പ്രമുഖർക്ക് ആദരവർപ്പിച്ചുള്ള ഹോമേജ് വിഭാഗവും മേളയിലുണ്ട്. 22 പലസ്തീൻ സംവിധായകരുടെ സംരംഭമായ ഫ്രം ഗ്രൗണ്ട് സീറോയാണ് ഉദ്ഘാടന ചിത്രം. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ചിത്രം പ്രദർശിപ്പിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.